ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ M4 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു പർപ്പിളിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെയായിട്ട് അത് അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫേസിൽ ഇവിടെ ഒരു മുറിവ് വന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്കിന്നിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴുവാണെന്നാണെങ്കിൽ തന്നെയും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ആക്റ്റീവ്സ് ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ. അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചും കൂടി ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. ഇതെന്തോ അറിയില്ല, എന്തോ പറ്റിയതാണ് എന്ന് ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ. ഫേസ് ഒന്ന് വാഷ് ചെയ്തപ്പോഴാണ് കുറച്ച് നീറുന്ന പോലെ തോന്നിയത്. അപ്പം ഇങ്ങനത്തെ ആക്റ്റീവ്സ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ടെങ്കിൽ തന്നെയും. നമുക്ക് എന്നാലും വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ കാണുന്നതിനെക്കാട്ടി മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ മാത്രമാണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ബോക്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലൈഡിങ് എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ നമ്മുടെ ബ്ലേഡ് ഗ്ലൈഡിങ് ആണിത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. ആയുധം വെച്ചിട്ടുള്ള കളിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് നോക്കാം. ഇതാണ് കേട്ടോ പർപ്പിളിൽ നിന്ന് വന്നേക്കുന്ന ബോക്സ്. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല മൂർച്ചയുണ്ട് ഗൈസ്, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് പതിയെ സ്ക്രാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തുറന്ന് നോക്കാം. ഓപ്പൺ ചെയ്യാം കേട്ടോ. ഏകദേശം ഈ സൈഡൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറേ ചപ്പ് ചവറ് സാധനങ്ങൾ ഇതിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും വരാതിരിക്കാനായിരിക്കാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ കുത്തിക്കേച്ച് വെക്കുന്നത്. ഈ സാധനം, ഈ ഒരു ബബിൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 3-4 ഐറ്റംസ് ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം. കഴിഞ്ഞു. ബില്ലും ഉണ്ട് കേട്ടോ കൂടെ. പർപ്പിളിൻ്റെ ബില്ലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഞാനൊരു ഐ ഷാഡോ പാലറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ആയിരുന്നു കേട്ടോ. അതൊരു 6-9 ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ചും കൂടി ഷെയ്ഡ് കൂടുതലാണ്, കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ഇതിലുള്ളത്. ഇപ്പം മാർസിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ ബോക്സ് കാണുന്നുണ്ടല്ലോ അല്ലേ, കളറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതിൻ്റെ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നാണെങ്കിൽ ആ ലിങ്ക് വഴി ഓപ്പൺ ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 16 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. മാർസിൻ്റെ കുറച്ച് എന്താ പറയുക, നല്ല പ്രൊഡക്റ്റ് ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും. ഇതിൽ കുറച്ച് ഗ്ലിറ്ററിങ് കളേഴ്സൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ വാങ്ങിച്ചത്. അക്വാലോജിക്കയുടെ നമ്മുടെ പപ്പായ എക്സ്ട്രാക്റ്റ് വരുന്ന ഒരു ഫേസ് വാഷാണ്. ഞാൻ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോവീസിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി നല്ല കംഫർട്ടബിളായിട്ടും സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കാനും ആ ഒരു ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജോവീസിൻ്റെ പപ്പായ എസൻഷ്യൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അക്വാലോജിക്കയുടെ വാങ്ങിച്ചത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഷാണ് കേട്ടോ. NYBയുടെ ബ്ലഷാണ് ഒന്ന് വാങ്ങിച്ചത്. ബ്ലഷും കാര്യങ്ങളൊന്നും അങ്ങനെ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ പ്രൈമറാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ഫൗണ്ടേഷനും പ്രൈമറും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ NYBയുടെ തന്നെ പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് രണ്ടും, ബ്ലഷും അതുപോലെ തന്നെ പ്രൈമറും. അപ്പോൾ ഇതൊക്കെ രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഔട്ട്ലുക്ക് എന്നുള്ളത് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് ആണോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നെക്സ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തേക്കുന്നതാണ്. ഗേൾസിനെല്ലാം തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് കാർമസിയുടെ ഫേഷ്യൽ റേസർ ആണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യണത്. ഫസ്റ്റ് ടൈം വാങ്ങിച്ച പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 3-4 മന്ത് തന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. ഇത് ഹെയർ റിമൂവലാണിത്. പെയിൻലെസ് ആയിട്ട് നമുക്ക് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ കാർമസിയുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് കേട്ടോ നമ്മുടെ പർപ്പിളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവരാണെന്നാണെങ്കിൽ പർച്ചേസ് ചെയ്യുക. പിന്നെന്താ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.